പൊന്നോണപ്പൂവിളി മുഴങ്ങിയ ഗ്രാമവഴികളിലൂടെയുള്ള ഓണത്താറിന്റെ ദേശസഞ്ചാരവും വീട്ടുമുറ്റങ്ങളിലെത്തി പൂക്കളത്തിനു ചുറ്റും ചുവടുവയ്ക്കുന്നതും നാട്ടാചാരങ്ങളിലെ ഗൃഹാതുരമായ കാഴ്ചയാണ്. ഗ്രാമവഴികളിൽ കുട്ടിത്തെയ്യങ്ങൾ ഓണസമൃദ്ധി അറിയിക്കുന്ന വർണ്ണമനോഹരമായ കാഴ്ച. ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ഓട്ടുമണിയും ഓണവില്ലും കൈകളിലേന്തി വീട്ടുമുറ്റങ്ങളിലെ പൂക്കളത്തിനു ചുറ്റും ഓണത്താർ ചുവടുവെക്കുന്നത് വർണ്ണമനോഹരം തന്നെ. തോറ്റമ്പാട്ടിലൂടെ ചിങ്ങമാസത്തിൽ അണിഞ്ഞൊരുങ്ങിയ പ്രകൃതിയെയും വിഷ്ണു ഭഗവാനെയും സ്തുതിച്ചു പാടുന്നു. ഓണം ജഗത്തിങ്കൽ ചിങ്ങമാസമെന്ന് ഓണത്താറാടുമ്പോൾ വർണ്ണിച്ചു പാടുന്നത് കേൾക്കാം. തെയ്യ സമ്പ്രദായത്തിൽ പള്ളിക്കര കർണമൂർത്തിയുടെ ജന്മാവകാശ സ്ഥലങ്ങളിൽ ഓണത്താർ മുടക്കമില്ലാതെ വീടുകളിലെത്തുന്നു. നീലേശ്വരത്തിന്റെ ഗ്രാമാന്തരങ്ങളായ കടിഞ്ഞുമൂല, പള്ളിക്കര, കാര്യങ്കോട്, ചാത്തമ്മത്ത്, കരുവാച്ചേരി, ഓർച്ച തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ ഓണത്താറാട്ടം പൊലിമയാർന്ന കാഴ്ചയാണ്. ഇവിടെ ഓണത്താറാട്ടത്തിന് ഇതുവരെ മുടക്കം വന്നിട്ടില്ല. വട്ടക്കിരീടവും അരയിൽ കാണിയും ചെന്നിമലരും ധരിച്ച് മുഖത്തെഴുത്തിന്റെ സൗന്ദര്യത്തോടെ വണ്ണാൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഓണത്താറായി ചുവടുവെക്കുമ്പോൾ ഇത് ഗ്രാമവസന്തത്തിലെ അസുലഭ കാഴ്ച. ഓട്ടുമണിയും വില്ലും കൈകളിലേന്തി ഓണസമൃദ്ധി അറിയിക്കുകയാണ് ഓണത്താർ. ഓണം പോലെ മധുരമായ ചിങ്ങമാസത്തിലെ ഈ നാട്ടാചാരം വീടുകളിലേക്ക് സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നുവെന്ന് ഗ്രാമവിശ്വാസം. രാവിലെ 7 മണിയോടെ മുഖത്തെഴുതി പ്രധാനപ്പെട്ട തറവാടുകൾ കേന്ദ്രീകരിച്ചാണ് ഓണത്താർ വീടുകളിലേക്ക് പുറപ്പെടുന്നത്. ആകാശ പൂമുടി ചൂടി മുഗലാരപ്പട്ടു ചുറ്റി ആടിവരുന്ന ഓണത്താറിൻ്റെ ഗ്രാമഭംഗി ചലച്ചിത്രഗാനത്തിലെ വരികളിലൂടെ കേട്ടാസ്വദിച്ച മലയാളികൾക്ക് ഈ വീഡിയോ ഓണത്താറാട്ടത്തിൻ്റെ നേർക്കാഴ്ചയായി മാറുന്നു. ഈശ്വരൻ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചിങ്ങമാസത്തിൽ ഈ ഓണത്താറ് വരുന്നത്. അതിനെ തുടർന്നാണ് ഈ ഓണത്താറ് വരുന്നത്. അപ്പോൾ ഓണത്താറ് വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്, കുട്ടികളാണ് കോലണിയുന്നത്. മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള പച്ചവർണ്ണം മുഖത്തണിഞ്ഞിട്ടാണ്. അത് ഞങ്ങൾ ഈ നാടിൻ്റെ ഒരു പ്രാദേശിക ആചാരചിട്ട പ്രകാരമാണ് നമ്മുടെ മുഖത്ത് ആ വർണ്ണം അണിയാത്തത്. മറ്റ് പച്ചയാണ് അതിൻ്റെ മുഖത്ത് വർണ്ണങ്ങളായിട്ട് അണിയേണ്ടത്. അതേപോലെ പിന്നെ അത്തം 10 മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അത് ഓരോരോ നമ്മുടെ ഏരിയ, അത് ഓരോ പിന്നെ അനുഷ്ഠാനപരമായിട്ട് ഒരു ജന്മാവകാശം, ഒരു ചെറിയ ജന്മാവകാശമുണ്ട്. ആ അവകാശത്തിൽപ്പെട്ട സ്ഥലത്ത് അവരെ പിന്നെ അത്തം 10 മുതൽ അങ്ങുന്നിങ്ങോളം ഓരോരോ സ്ഥലത്ത് പോകേണ്ട ദിവസങ്ങളുണ്ട്. ഉത്രാടത്തിന് നമ്മളെ തായമുറി മുണ്ടേവാട്, അതായത് നമ്മളെ കോയമ്പുറം വലിയ വീടിൽ നിന്ന് ആരംഭിച്ചിട്ട് നമ്മൾ ഈ കാര്യം കൂടി ഈ തറവാട്ടിലാണ് അവസാനിക്കുന്നത്. അതേപോലെ നാളെ തിരുവോണ ദിവസം പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി പള്ളിക്കര ആ ഒരു കൊഴുവൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് തീർക്കണം. അങ്ങനെ ചാത്തമത്ത് പിന്നെ ആലയിൽ ഭഗവതി ക്ഷേത്രം ബന്ധപ്പെട്ട അതിൻ്റെ പരിധികളിലും തിരുവോണ ദിവസമാണ്. അങ്ങനെ അത് ഓരോരോ ദേശത്തിൻ്റെ അതിൻ്റെ അനുഷ്ഠാനപരമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഓരോ ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടും. തോറ്റമ്പാട്ടിലൂടെ വർണ്ണിക്കുന്നത് പറഞ്ഞാൽ ഓണമായി ബന്ധപ്പെട്ടിട്ട് അമിതമായി ബന്ധമുള്ളതാണ് ഈ തോറ്റമ്പാട്ടിൻ്റെത്. അതായത് ഓണം ജഗത്തിങ്കൽ ചിങ്ങമാസം വേണം അലങ്കാരം മനുഷ്യർക്ക്, ഓണച്ചിറ്റാടയുടുത്തു നന്നായി മറ്റുള്ള പട്ടും ഞെറിഞ്ഞുടുത്തു, ഓണവില്ലൻ പോടിടത്ത് കൈമേൽ. ഓണവില്ലുമായിട്ടെല്ലാം ബന്ധമുണ്ട് ഈ ഇതിൻ്റെ കയ്യിൽ ഓണവില്ലും ഓലക്കണയും ഇതൊക്കെ ചേർത്തിട്ടാണ് ഈ ദൈവം ആടി വരുന്നത്. ഓണവില്ലൻ പോടിടത്ത് കൈമേൽ ഓലക്കണയും ചേർത്ത് ആട് ദൈവം. അപ്പോൾ ഓണത്താർ വന്നിട്ട് ഇങ്ങനെ ആടിക്കഴിഞ്ഞാൽ ഓണത്താർ വന്നിട്ടങ്ങ് ഉപകാരം ചെയ്താൽ ചിറ്റാട തന്നാൻ ചെറുപോട തന്നാൻ, കൈമക്കരൻ കണ്ണാടി തന്നാൻ ചെറിയ വിരൽ കഞ്ച് മോതിരം തന്നാൻ. അങ്ങനെ പണ്ടുള്ളവർ ഒരുപാട് ചിറ്റാടയെല്ലാം ഈ തെയ്യത്തിന് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ട്. ഇന്നിപ്പോൾ അതെല്ലാം കാലഹരണപ്പെട്ടു പോയി. അതൊന്നും ഇപ്പോൾ ഇന്നത്തെ സമ്പ്രദായത്തിൽ അതൊന്നും അങ്ങനെ ചിറ്റാടയൊന്നും കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ അങ്ങനെയാണ് മുൻപ് കാലത്ത് കൊടുത്തതായിട്ട് പറയപ്പെടുന്നത്. എൻ്റെ അറിവിൽ ഞാൻ കെട്ടുമ്പോൾ ചിറ്റാടയെല്ലാം വാങ്ങിയ അനുഭവമുണ്ട്. അപ്പോൾ അത് കോടി ഉത്രാടുള്ള സ്ഥലത്ത് നിന്ന് കുട്ടികൾ ചിറ്റാട കൊടുത്താൽ ഇതെല്ലാം ചിറ്റാട വന്നാൽ അതെല്ലാം ദൈവത്തിനാണ് കൊടുക്കൽ. അങ്ങനെ സങ്കല്പങ്ങളിലും വിത്തുകളെല്ലാം ഉണ്ട് മുമ്പത്തെ കാലത്ത്. ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പം എന്നാലും ഇതിപ്പം ഒരുപാട് സ്ഥലത്തൊന്നും ഇല്ല. ഇപ്പോൾ അപൂർവമായിട്ട് നമ്മളെ വടക്കേ മലബാറിൽ തന്നെ ചുരുക്കം ഇപ്പം എൻ്റെ അറിവിൽ എണ്ണി പറഞ്ഞാൽ ഇപ്പം 1, 2, 3 പ്രദേശങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഈ ഓണത്താറ് കണ്ടുവരുന്നുള്ളൂ. ഒന്നാമതായിട്ട് കുട്ടികളെ ആണ് ഇത് കെട്ടേണ്ടത്. അപ്പോൾ അവരെ കുറവും അങ്ങനെയില്ല. പിന്നെ ജനങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ബോധവാന്മാരല്ലാത്തതും കുറച്ച് വിഷയങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിൻ്റെ ചടങ്ങ് എന്നറിയാത്ത പൂർവികന്മാർ കുറവല്ല ഇപ്പം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ട്.
ഇതാരെ പോകണം നിങ്ങളുടെ കയ്യിലത്ര ആ
രണ്ടാളും